അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു ഫ്രൂട്ട്സ് പായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പായസം, ഫ്രൂട്ട്സ് പായസം എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിനായി ഒരു 3 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് സ്ട്രോബെറിയുടെ ഫ്ലേവറാണ്. അപ്പോൾ ഏത് ഫ്ലേവറും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഇനി ഇതിലേക്കൊരു 100 മില്ലി പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ എന്താ കളറല്ലേ, നല്ല കളറല്ലേ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി പായസം റെഡിയാക്കാൻ ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്കൊരു 750 മില്ലി പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 500 മില്ലി വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് നന്നായിട്ടുണ്ട് തിളപ്പിച്ചെടുക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഒന്ന് തിളച്ച് വരാൻ നേരത്ത് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, അതിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. ഇതിലെ അളവൊന്നും കറക്റ്റായിട്ട് പറയണില്ല. പാലൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ആൾക്കനുസരിച്ച് എടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഒരു 100 ഗ്രാം വറുത്ത സേമിയ ഇട്ട് കൊടുക്കാം. വറുത്ത സേമിയ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയാണ്. വറുക്കാത്തതാണെങ്കിൽ ഈ അളവിൽ നെയ്യിൽ കുറച്ച് വറുത്തെടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ആയാൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ച കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് ഇളക്കിയെടുക്കുമ്പോൾ തന്നെ നല്ലൊരു കളർ കിട്ടും കേട്ടോ. അപ്പോൾ കാണാനും നല്ല രസമല്ലേ, കണ്ടില്ലേ? ഇതേപോലെ അത് ഇളക്കിയെടുക്കുക. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വിശപ്പിനും ദാഹത്തിനും ഒരുപോലെ പറ്റുന്നൊരു പായസമാണിത് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ വളരെ കുറവാട്ടോ. അപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ നല്ല നല്ല വീഡിയോകൾ നിങ്ങൾ മുന്നിലേക്ക് എത്തും. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. സേമിയനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇറക്കി വെച്ചിട്ട് നല്ലവണ്ണം ചൂടാറി കിട്ടണം. നമുക്ക് നല്ലവണ്ണം ചൂടാറണം കേട്ടോ. ഇനി ഇത് വാങ്ങി വെക്കാം. അപ്പോൾ നല്ലവണ്ണം ചൂടാറി തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ആദ്യം മാതള നാരങ്ങയുടെ, നമ്മുടെ നാട്ടിലൊക്കെ ഉറുമാമ്പഴം എന്നും പറയും, അതിൻ്റെ ഫ്രൂട്ട് കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു ആപ്പിൾ നൈസാക്കിയിട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുത്താണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത്, അതും ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടാണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളി കുറഞ്ഞ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്, അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഏത് ഫ്രൂട്ട്സും നിങ്ങൾക്ക് ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. പുളി കുറഞ്ഞത് നോക്കി ചേർക്കാവും ഏറ്റവും നല്ലത്. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കസ്കസ് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുത്തോളി. നന്നായിട്ട് മിക്സ് ആയിക്കോട്ടെ. പിന്നെ തണുപ്പിന് വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് ഐസിൻ്റെ കട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഐസ് കട്ടൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നാൽ അതിൽ കുറച്ച് മധുരമൊക്കെ ചിലപ്പോൾ കുറഞ്ഞ് വരും. അപ്പോൾ ആവശ്യത്തിന് നിങ്ങൾക്ക് മധുരം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്ര ഉള്ളൂ ഇട്ടത്. അപ്പോൾ നല്ല ടേസ്റ്റിയായ ഫ്രൂട്ട്സ് പായസം റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കോട്ടോ. നല്ല ടേസ്റ്റി കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു ഫ്രൂട്ട്സ് പായസം നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.